അപ്പോൾ ഗൈസ് ഞാനിന്ന് ആഷ്മിയമ്മയുടെ ലാബിൽ വരെ വന്നതാണ് അവളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ലച്ചുവും കൂടെയുണ്ട്. അവൾക്കും പനി. ആഷ്മി സ്കൂളിൽ പോയിട്ട് 2-3 ദിവസമായി. ലച്ചു ഇന്നലെ ഇന്നും പോയില്ല. ആഷ്മിക്ക് സ്കൂളിൽ നിന്നൊരു ടൂർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പനിയായത്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. 3-4 ദിവസം കൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂട് കുറയുന്നില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ് കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് 2:30-ക്ക് 15ാമത്തെ നമ്പറാണ് നമുക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് പറഞ്ഞേക്കുന്നത്. അതിന് വന്നതാണ്. അപ്പം ജന്മൻ്റെ കാലത്ത് അപ്പനെ സമ്മതിക്കില്ല. അപ്പനെ പേടിയാണ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മളിത് എടുത്തല്ലേ പറ്റൂ. നമുക്കറിയാം ഭയങ്കര വേദനയൊന്നും ഇല്ലെന്ന്. എങ്കിലും എനിക്ക് ഈ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഗൈസ്. പിന്നെ രണ്ടായാലും എൻ്റെ മടിയിലിരുത്തി അതങ്ങ് ഒപ്പിച്ചു. മടിയിലിരുന്നുകൊണ്ടായിരിക്കും അവൾ കരഞ്ഞതുമില്ല, ചിണുങ്ങിയതുമില്ല, ഒന്നുമില്ല. അവൾ അറിഞ്ഞതുപോലുമില്ല അവളുടെ ബ്ലഡ് എടുത്ത കാര്യം. അത്രയ്ക്കും വേദനയൊന്നും ഇല്ലായിരുന്നു. വേദന ഇല്ലെങ്കിൽ എന്താണ്ട് എൻ്റെ മുഖം കണ്ടില്ല. എനിക്കും ഇതാ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഗൈസ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആഷ്മി വീട്ടിലോട്ട് പോകാനായിട്ട് അങ്ങ് ഇറങ്ങി. കാരണം ഇനി അവിടെ നിന്നാൽ വീണ്ടും കുത്തി കിട്ടിയാലെന്ന് പേടിച്ചിട്ട്. അപ്പോഴാണ് അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് വിളിച്ചത്. പിന്നെ തിരിച്ച് വന്ന് സ്റ്റിക്കർ ഒട്ടിച്ച്. രണ്ടുപേരും മെഡിസിൻ കഴിക്കേണ്ടതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. രാവിലെ 10:30 കേട്ടോ. എനിക്കാണെങ്കിൽ വിശന്ന കോടൽ കഴിഞ്ഞിട്ടിരിക്കുക. പക്ഷേ ഞാനൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഇനിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് വല്ലതും കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത്. ഇതിപ്പോൾ ആഷ്മി കഴിച്ച പാത്രമാണ്. അപ്പം കുറച്ച് ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കളയണ്ടാലെന്നും കരുതി ഞാൻ അതിനകത്തിട്ടങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.